ഞാനൊരു കാര്യം ചെയ്ത് പകുതി എത്തിയപ്പോഴാണ് അത് നിങ്ങളെയും കൂടെ കാണിക്കണം എന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. ഞാൻ പാലിൻ്റെ പാടയിൽ നിന്ന് നെയ്യാക്കുന്നത് ഈ ഒരു രീതിക്കാണ്. നിങ്ങൾ ഈ രീതിക്കാണോ എന്ന് പറയണം കേട്ടോ. അപ്പം ഈ ഹോർലിക്സിൻ്റെ കുപ്പിയിൽ നിറച്ചും പാലിൻ്റെ പാടയായപ്പം ഞാനത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇനിയും ഫ്രിഡ്ജിൽ കുപ്പികൾ നിറയുമല്ലോ എന്ന് ഓർത്തപ്പം ഞാനത് ചെയ്ത് തീർത്തേക്കാം, പാത്രം കാലിയാക്കി വെച്ചേക്കാം, എന്നിട്ട് അടുത്ത് ശേഖരിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മിക്സീൻ്റെ ജാറിലേക്ക് ഞാൻ 2 സ്പൂൺ പാട ഇട്ടിട്ട് ഞാൻ നിറയെ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഈ മോര് കടയുന്ന സാധനത്തിലിട്ട് അടിച്ചു കേട്ടോ. ഈ മോര് കടയുന്ന സാധനം ചില മിക്സിക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ഇടത്തെ സൈഡിലേക്ക്, വലത്തെ സൈഡിലേക്കാണ് സാധാരണ തിരിക്കുന്നത്, അത് ഇടത്തെ സൈഡിലേക്ക് തിരിച്ചാലും നമുക്കിങ്ങനെ ആയി കിട്ടും കേട്ടോ. അപ്പം ഞാനത് എടുത്ത് ഞാൻ കണ്ടില്ലേ, ഞാൻ പറഞ്ഞ് പകുതി ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഞാനത് ഓൾറെഡി അത്രയും ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അടുപ്പേ വെച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചെറിയ തീയും കത്തിച്ചിട്ട് പിന്നെ ഇത്രയും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. നമുക്ക് സാധാരണഗതിയിൽ ഇത് വീട്ടിലുണ്ടാക്കുന്ന വെച്ചാൽ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു പൈസയും നമുക്ക് പിന്നെ ആവശ്യമില്ല. വെറും നമ്മൾ പാല് മേടിക്കുന്നുണ്ട്, ചായ കുടിക്കാൻ പാല് മേടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ പിന്നെ ആ പാലിൻ്റെ പാട മാത്രം മാറ്റിയേ ഇത്. പക്ഷേ കവർ പാലിൽ റെഡിയാവില്ല കേട്ടോ, ഞാൻ നോക്കിയായിരുന്നു. ഇത് സൊസൈറ്റിയിലെ പാലിൽ തന്നെ റെഡിയാവുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ പണ്ടത്തെ പോലെ ആദ്യം മുതലേ അവിടെ ശേഖരിച്ച് വെക്കാൻ തുടങ്ങിയിട്ട് കുപ്പി ഒഴിവാക്കി ഞാൻ പാട ശേഖരിക്കുന്ന രീതി ഇതും കൂടെ ഒന്ന് ഞാൻ നിങ്ങളെ കാണിച്ചാണ്. ഞാൻ സാധാരണ അരിപ്പയിലാണ് അരിക്കാറുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഞാനിങ്ങനെ അരിപ്പ മറ്റേ വേറൊരു ആവശ്യത്തിന് എടുത്തുകൊണ്ട് ഞാനിങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് എനിക്കിത് ഈ ഒരു കുപ്പിയിൽ നിറച്ചാക്കിയാലും എനിക്ക് കുറേ ഉണ്ട് കേട്ടോ. ഒരു വിഷാംശവും ഒന്നും, ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത നല്ല നെയ്യാണ് കേട്ടോ. ഇതിനൊക്കെ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരുപാട് പൈസ, ചെറിയൊരു കുപ്പിക്ക് തന്നെ നല്ല പൈസയാകുന്നുണ്ട് കേട്ടോ.